ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയ കെ.സി. ജോർജ് പാസ്റ്റർ, കർത്താവിൻ്റെ ദാസന് ദീർഘവർഷങ്ങൾ ബൈബിൾ കോളേജുകളിൽ ദൈവവചനം അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിൾ ടീച്ചറും കൂടെയാണ്. അതുകൊണ്ട് പ്രിയ കർത്തൃദാസൻ ഇന്ന് അധ്യക്ഷനായിട്ട് ഇരിക്കുമ്പോൾ മുഖവരിയിൽ പറഞ്ഞ വാക്കുകൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആഴം വലുതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ദൈവസഭയിലെ എല്ലാ കർത്തൃദാസന്മാർക്കും PYPയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ മാതാപിതാക്കൾക്കും പ്രിയമുള്ളവർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ ക്രമീകരിച്ച ബൈബിൾ ക്ലാസ്സിൻ്റെ കടശ്യ രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ദൈവവചനം അഭ്യസിപ്പിക്കത്തക്ക രീതിയിൽ ദൈവ സാഹചര്യം ഒരുക്കി. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ അവസാന രാത്രിയിൽ പറയാൻ നിർബന്ധിതനാണ്. ഒട്ടും സമയം കളയാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അങ്ങനെയാണ് പ്രവേശിച്ചത്. അങ്ങനെ തന്നെ ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ ചിന്ത ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടല്ല, സഭയുടെ ശുശ്രൂഷകൻ നിർബന്ധിച്ചിട്ടല്ല. ഇവിടെയുള്ള PYPയുടെ പ്രഥമ കൗൺസിൽ കൂടി എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് അല്പനേരം ഇരുന്നിട്ട് ഞാൻ അവിടുന്ന് മറ്റൊരു വഴിക്ക് പോയി. ആ പോയ സമയത്ത് അന്ന് കൂടിയ യുവ സഹോദരന്മാരുടെ അകത്തുണ്ടായ ഒരു പ്രത്യേക നിയോഗവും താല്പര്യവുമാണ്. ബൈബിൾ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അന്തരീക്ഷമല്ല. എത്ര പേര് വരും, ഇത് പഠിക്കും എന്നുള്ളതൊക്കെ പല ആശങ്കകളും ഈ കാലത്തിൽ വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ചിന്ത വെച്ചു, പൊതുസഭയെ അറിയിച്ചു. എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായിട്ട് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് വേണ്ടുന്ന നോട്ടീസ്, അതിന് വേണ്ടുന്ന ക്രമീകരണമെല്ലാം ചെയ്തു. PYPയുടെ പ്രസിഡന്റ് ബ്രദർ പോൾ കെ ജോസഫ്, സെക്രട്ടറി സിസ്റ്റർ റോസിൻ റസൽ, ട്രഷറർ ബ്രദർ സാം ജോർജ്, ജോയിൻറ്റ് സെക്രട്ടറി ബെൻ സജി, PYPയുടെ കൗൺസിൽ മെമ്പേഴ്സ് ബ്രദർ വെസ്ലി ശാമുവൽ. ഇതിൻ്റെ ആരംഭ സമയം മുതൽ ഓടി നടന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിൽ അവർ പ്രിയ സഹോദരനും വളരെ ഉത്സാഹത്തോടുകൂടെ ഇപ്പോഴും അതിൻ്റെ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നെങ്കിലും ആ കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകാല ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിമിഷ, അതുപോലെ പ്രിയ ശാലിന, പിന്നെ ആരാ കൗൺസിൽ മെമ്പർ ഉള്ളത്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഈ പ്രിയമുള്ളവരെല്ലാം ഈ ക്വയറിനകത്തും ഈ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ചില മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കുമൊക്കെ മുന്നമേ അവർ ഒരു ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോട്ട്ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശം കൊടുത്തു. നമ്മുടെ PYPയിലെ പ്രവർത്തകർക്ക് കാര്യം പ്രൊജക്ടറിൻ്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സ് വായിച്ച് ചെയ്യുന്നത് പോലെ ഒരു ഡോക്ടർ സർജറിക്ക് നിൽക്കുമ്പോൾ കത്രികയ്ക്ക് ഇങ്ങനെ കൈ കാണിക്കുമ്പം അന്നേരം കത്രികയ്ക്ക് പകരം നൂലെടുത്ത് കൊടുക്കാതെ മനസ്സറിഞ്ഞ് അത് അവർ ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബ്രദർ വെസ്ലി PYPയുടെ കൗൺസിൽ മെമ്പറായിരിക്കുമ്പോൾ തന്നെ പ്രസിഡന്റ് എനിക്ക് നിർദ്ദേശപ്രകാരവും മനസ്സിലാക്കുന്നു നമ്മുടെ കുമ്പനാട് സെൻറ്റർ
PYPയുടെ ജോയിൻറ്റ് സെക്രട്ടറിയും കൂടെയാണ്. അങ്ങനെ PYPയുടെ സജീവമായ എല്ലാ പ്രവർത്തകരും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ സഭയിലെ സീനിയേഴ്സ്, അവരെ മറക്കാൻ പറ്റത്തില്ല. അവർ ഈ ബൈബിൾ ക്ലാസ്സിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുത്തു. ഒരു നല്ല കാര്യം ആര് ചെയ്താലും അതിന് വേണ്ടുന്ന പിന്തുണ കൊടുത്തു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇത് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു ക്ലാസ്സാക്കി ദൈവം തീർത്തതിനായി സ്തോത്രം. എന്നാൽ നമ്മുടെ തീമിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് മേലാൽ സംഭവിപ്പാനുള്ളത് എന്ന വിഷയത്തിലെ ഇതാണ് ചർച്ച് കൃപായുഗം. സപ്തസഭകൾ, സപ്ത മഹിമപൂർണനായ ക്രിസ്തു, 3 പ്രധാനപ്പെട്ട കാലങ്ങൾ ഈ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. നമ്മൾ പ്രാരംഭത്തിൽ ആ കാലം മാത്രം പഠിച്ചു, അതിൻ്റെ പേര് മാത്രം. ഒന്ന്, മേലാൽ സംഭവിപ്പാനുള്ളതിൽ 70-ാം ആഴ്ചവട്ടം, മഹാപീഡനകാലം. 2, സഹസ്രാബ്ദകാലം. 3, സമ്പൂർണ്ണയുഗം. 33,000 സംവത്സരമോ ഒരു കാലമോ എന്ന് വേദചിന്തകന്മാർ ചിന്തിക്കുന്ന സമ്പൂർണ്ണയുഗം. ഇതിനകത്തെ 70-ാം ആഴ്ചവട്ടം, ഇത് അധോമണ്ഡലത്തിലുള്ളൊരു ഭാഗം, ഭൗമമണ്ഡലത്തിലുള്ളത് മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാതിസ്വർഗം. ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചു പഠിച്ചത്. ഇതാണ് സഭ. ഈ സഭയ്ക്ക് വേണ്ടി യേശു ജീവൻ നൽകി, സ്വന്തം രക്തവുമായി കരേറി ചെന്നു. ഇതാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടുന്ന് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിന് ഇതാ ചർച്ചിന്, ഹോളി സ്പിരിറ്റിനെ നൽകുന്നു. അതിനു മുമ്പ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിൽ കയറുവാൻ ഇറങ്ങുന്നു. ഇറങ്ങി എന്നതിനാൽ കയറി എന്ന് വരുന്നില്ലയോ എന്ന വചനം ഇവിടെ നിവൃത്തിയാകും. ഈ സഭ, സപ്തസഭകൾ, സപ്തസഭകളുടെ സ്വഭാവം ആഗോള വ്യാപകമായ സാർവത്രിക സഭയുടെ, ഇതാണ് സാർവത്രിക സഭ, എക്ലീഷ്യ. അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈകീകവുമായിരിക്കുന്ന എക്ലീഷ്യ. ഈ എക്ലീഷ്യ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട അനന്തരം, എടുക്കപ്പെടുന്നതിന് മുന്നമേ ഈ സഭ ഒരു കാര്യം കേൾക്കും. ശിഷ്യന്മാർ യുദ്ധങ്ങളെയും യുദ്ധശുദ്ധികളെ കുറിച്ച്. പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ. ഒന്ന്, ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട 3-ാം ലോക മഹായുദ്ധം. ആ യുദ്ധം യെഹെസ്കേൽ പ്രവചനം 38-39 നിന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഗ്രഹിച്ചത്. അടുത്തത് 2ാമത്തെ യുദ്ധം ഹെർമഗദ്ദോൻ യുദ്ധമാണ്. 3ാമത്തെ യുദ്ധം ഗോഗ് യുദ്ധമാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ദൈവത്തിൻ്റെ ന്യായാസനം എന്ന് പറഞ്ഞ ന്യായാസനം, പുരാതന സിംഹാസനം. ഇതിന് ചുറ്റുമുള്ളമാണ് 24 മൂപ്പന്മാർ, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പ്രതിനിധികളുടെ സംഘം. വെളിപ്പാട് പുസ്തകം 4-ൽ വിവക്ഷിച്ചിരിക്കുന്നത്, പരാമർശിച്ചിരിക്കുന്നത്. സമ്പൂർണമായ ചാർട്ടായി നിർത്തിയാട്ടെ. ഇത് കുഞ്ഞാടിൻ്റെ കല്യാണം. ശ്രദ്ധിക്കുക, അതിനപ്പുറത്ത് ഇതാ വെള്ള സിംഹാസനം, അന്ത്യന്യായാസനം. ഇവിടെയാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ അവിടുത്തെ ഓമനകുമാരൻ വസിക്കുന്നത്, വാണ് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിപ്പിൻ, ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഇന്ന് പരാമർശിക്കാൻ എനിക്ക് കഴിയില്ല. നമ്മൾ ഇന്നലെ എത്തി നിൽക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ
ഈ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ചാപ്റ്റർ 2 വെള്ളക്കുതിര പ്രത്യക്ഷമാകുന്നു. ചുവന്ന കുതിര, കറുത്ത കുതിര, മഞ്ഞക്കുതിര. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ മുദ്രകൾ, സപ്തമുദ്രകൾ. നമ്മൾ സപ്തസപ്തങ്ങൾ വെച്ചാണ്, 7 ഏഴുകൾ വെച്ചാണ് ഈ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 ഏഴുകൾ. അതെല്ലാം ഞാനിവിടെ നോട്ട് കിട്ടത്തക്ക രീതിയിൽ നിർത്തി പറഞ്ഞു. എഴുതിയിട്ട് എടുക്കാൻ പറ്റാതുള്ള ആളുകൾ വിഷമിക്കേണ്ട. ഇന്ന് തന്നെ ആദ്യത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയോ സമയമുള്ളപ്പോഴോ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ വിട്ടുപോയത് അവിടുന്ന് കുറിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ തനി നിറം വെളിപ്പെടുകയാണ്. ജനസമുദായം ഇതിലെ സ്വർഗത്തിൽ, വെളിപ്പാട് 12-ൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുന്നു. മഹാസർപ്പം വെട്ടുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നു. ചാപ്റ്റർ 2 വെട്ടുകൊണ്ട് വീഴുന്നു. ചാപ്റ്റർ 2 ഇങ്ങനെ നിൽക്കട്ടെ. വെട്ടുകൊണ്ട് വീഴുന്നു. ഇതാ മൃഗം, കള്ളപ്രവാചകൻ, മഹാസർപ്പം. ഇതാണ് പൈശാചിക തൃത്വം. സൂര്യധാരണിയായ സ്ത്രീ ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്ന ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആയിരിക്കുന്ന ഇസ്രയേൽ പ്രാണരക്ഷാർത്ഥം മരുഭൂമിയിലേക്ക് ഓടേണ്ടി വരുന്നു. അവിടെ വായിച്ചാൽ നിർത്തിയത്, അതുകൊണ്ട് ഇനി അവിടെ നിന്നും കൊണ്ട് വായിക്കാൻ പോവാണ്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം എടുക്കാം. 12-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ. തന്നെ ഇതാ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന്. ഇതാ കണ്ടോ സർപ്പം, പഴയ പാമ്പ് കണ്ടിട്ട്. ഈ പാമ്പാണ് പണ്ട് ഏതെങ്കിലും ആന്റിയുടെ അടുത്ത് വന്ന പാമ്പ്. അതിന് അതുകൊണ്ടാണ് പഴയ പാമ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. ഔവാന്റിയുടെ അടുത്ത് വന്നില്ലയോ ആ പാമ്പ്? ഇപ്പൊ വന്നപ്പം കുറച്ചും കൂടെ സീനിയർ ആയിട്ടുണ്ട്. വായിച്ചോ. മരുഭൂമിയിൽ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് നമ്മൾ മോളിൽ നിന്ന് വായിച്ചിരുന്നു. ആ സ്ഥലത്ത് എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഇപ്പോഴേ റെഡിയാക്കിയിട്ടേക്കുക ദൈവം. ഇപ്പൊ ചില ടൂറിസ്റ്റുകളൊക്കെ പോയി കാണുന്നുണ്ട്. വരട്ടെ പെട്ര, കണ്ടോ? ഇവിടെ വെച്ചാണ് അവർ പറയുന്ന മലകളോട് ദാ കല്ലൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ ദേഹത്ത്. എന്നാൽ യഹൂദൻ മരിക്കത്തില്ല, അങ്ങനെ ആത്മഹത്യ ചെയ്യത്തില്ല. അവന്റെ പ്രമാണം അങ്ങനെയാണ്. ഇതൊന്ന് വീണ് എന്തായിരുന്നു മതിയായിരുന്നെന്ന് പലരും പറയും. ഈ സമയത്ത് അറബികൾ അവരെ സഹായിക്കും. അതിനാണ് അറബി രാജ്യങ്ങളുടെ സ്വത്ത്. ഉദ്ദേശിമാരായ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ സ്വത്രാജ്യം കിട്ടുന്നു. അതിനു വേണ്ടിയുള്ളതല്ല, അതിനുവേണ്ടിയുമാണ്. എന്നാൽ അതിന് പ്രധാന കാരണം ഇതൊക്കെയാണ്. തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. പെട്രയുടെ മാപ്പുണ്ട്. അതൊരു വിശാലമായ സ്ഥലമാണ്. അത് കിട്ടിയോ? കണ്ടല്ലോ. ഈ സ്ഥലം നമുക്ക് ഇന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് കാശുണ്ടെങ്കിൽ ഒന്ന് പോയി ഇവിടൊക്കെ കണ്ടേച്ച് വരാം. ഇത് ഓൾഡ് പെട്രയാണ്. ഇപ്പൊ കുറച്ചും കൂടെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാലും ഈ ഗൈവുകളൊക്കെ, ഗുഹകളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ തന്റെ ജനം ഒരു കഷ്ടതയിൽ അകപ്പെടുമ്പോൾ ദൈവം എവിടെ സൂക്ഷിക്കണം എന്നുള്ളത്, ഭദ്രമായി കാക്കണം എന്നുള്ളതും കൂടെ ദൈവം തന്റെ സ്ഥിര നിർണയത്തിൽ മുന്നമേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ ഇസ്രയേലിന് വേണ്ടി പ്ലാൻ ചെയ്തെങ്കിൽ കുഞ്ഞാടിന്റെ കാന്തയ്ക്ക് വേണ്ടിയുള്ള പ്ലാൻ എത്ര വലുതാ! പിന്നെ എന്തിനാന്നേ പെറുപിറുക്കുന്നേ? പിന്നെ എന്തിനാന്നേ ചഞ്ചലപ്പെടുന്നേ? പിന്നെ എന്തിനാന്ന് കുലുങ്ങിപ്പോകുന്നേ? വായിച്ചു അടുത്തത്. ഈ സമയത്ത് സഭ സ്വർഗത്തിലായിരിക്കും. വായിച്ചു.
ഒരു കാലം, ഇരുകാലം, അരക്കാലം. എത്ര എത്ര കാലം? എത്ര കാലം? അമ്മമാരൊക്കെ ഒന്ന് കൂട്ടി പറഞ്ഞേ. 3.5 കാലം. 3.5 കാലം എന്ന ഇവിടെയുള്ള പ്രയോഗം ഒരു പ്രവചന പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം 3.5 വർഷം. മഹാപീഡനത്തിൻ്റെ ആദ്യത്തെ 3.5 പകുതി കഴിയുമ്പോൾ വെള്ളക്കുതിര കഴിയുന്നു. ആ മൃഗത്തിൻ്റെ മേൽ സാത്താൻ വരുന്നു. ജനസമുദായ കടലിൽ നിന്ന് തനി നിറം വെളിപ്പെടുത്തിക്കൊണ്ട് എതിർ ക്രിസ്തു അവൻ്റെ മുഴുവൻ ശക്തിയോടും കൂടെ വെളിപ്പെടുന്നു. എന്നിട്ട് ഇസ്രയേൽ ഇവിടെ ഇങ്ങനെ 3.5 കൊല്ലം പാർക്കുക. ഇവിടെ പാർക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ നേരത്തെ നമ്മൾ 3-ാം ലോക മഹായുദ്ധം പഠിച്ചപ്പോൾ ചിന്തിച്ച ആളുകളിൽ ശബാദദാൻ തർശീഷ് വർത്തകന്മാരൊന്നും, ശബാദദാൻ തർശീഷ് വർത്തകന്മാരെ കുറിച്ച് ഗസ്കേൽ 38 നമ്മൾ പഠിച്ചു. ആ വർത്തകന്മാരാരാണ്? അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ബ്രിട്ടൻ, പിന്നെ തർശീഷ് വർത്തകന്മാർ, യൂറോപ്യൻ യൂണിയൻ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറേ രാജ്യങ്ങൾ. ഇവരാരും ഇവിടെ വെച്ച് സഹായിക്കാനില്ല. ചാപ്പാടും തുണിയും കൊടുക്കാൻ മാത്രം പ്രതീക്ഷിക്കാത്ത ചില രാജ്യങ്ങളെ ദൈവം ഒരുക്കി. അങ്ങനെ അവർ താമസിക്കും. ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവര് അന്നേരം ഈ വേദപുസ്തകം അവരുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രവചന പുസ്തകങ്ങളൊക്കെ, അവരുടെ നബീം, കെത്തുബീം, തോറ, ഇതൊക്കെ അവർ പാരായണം ചെയ്യും, വായിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. മഷിക വരും. മഷിക വരാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് വരട്ടെ ബുക്ക് ഓഫ് റിവലേഷൻ ചാപ്റ്റർ 2. അന്നേരം ഇവിടെ നടക്കുന്ന ചില കാര്യമുണ്ട്. ഇതെനിക്ക് പറയേണ്ടതാണ്, എന്നാൽ ശ്രമിക്കാം. ഇത് കണ്ടോ, സഭ സ്വർഗത്തിലാണ്. ആ ചാട്ട് തന്നെ സ്വർഗത്തിൽ സഭയായിരിക്കുമ്പോൾ അതേപോലെ നിന്നാൽ മതി, പഴയ പോലെ നിന്നാൽ. സ്വർഗത്തിൽ സഭ, ഇവിടെ ഭൂമിയിൽ ഇതാണ് മഹാപീഡന കാലം, 70-ാം ആഴ്ചവട്ടം. ഇത് 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾക്ക് ഇടയിലുള്ള ബ്രാക്കറ്റ് പീരീഡായ കൃപായുഗം, പരിശുദ്ധാത്മായ യുഗം, സുപ്രസാദകാലം. ഇത് യാക്കോബിന്റെ കഷ്ടകാലം, മഹാകഷ്ടകാലം, വരുവാനുള്ള പ്രഭുവിന്റെ കാലം എന്നൊക്കെ നമ്മൾ വാക്യസഹിതം അല്പമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ കാലം ഇതിങ്ങനെ നടക്കുമ്പോൾ സ്വർഗത്തിൽ സഭ എടുക്കപ്പെട്ട ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 4-നകത്ത് കാണുന്ന ഇവിടെ ഒരു സിംഹാസനമുണ്ട്. ചാപ്റ്റർ 1 ഇവിടെ സിംഹാസനമുണ്ട്, കണ്ടോ? സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. എന്നിട്ട് വിളങ്ങിനൊത്തരവ് കണ്ണാടിക്കടലൊക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇവിടെ സിംഹാസനസ്ഥനുണ്ട്. സിംഹാസനസ്ഥൻ, ഇത് പുരാതന സിംഹാസനസ്ഥനെ വീണ് നമസ്കരിക്കുന്നു. സ്വർഗസഹ ആരാധന. പിന്നെ നടക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം എടുത്ത ആളെന്ന് കടകടയെന്ന് വായിച്ചാട്ടെ. സിംഹവും. കാരണം എന്താണെന്നറിയാമോ? പുസ്തകം തുറക്കാനും അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ ആരെയും കാണായിക കൊണ്ട് അവിടെ കാണുന്ന മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം ഭൂമിയുടെ ആധാര ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം കൈമാറുന്നു. അതിനുശേഷം അവിടുത്തെ ഓമനകുമാരൻ രാജത്വം ഏറ്റെടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 7 മുതൽ വായിച്ചു. 7 മുതൽ. രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. എത്രാം വാക്യം? രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. എത്രാം വാക്യമാ? 7. വായിച്ചോ. അപ്പോൾ അവിടുത്തെ ഏകജാതനായ പുത്രൻ, സഭയുടെ കാന്തൻ, നമ്മുടെ പ്രിയൻ, സ്വത്രം രാജ്യത്വം ഏറ്റെടുക്കുന്നു. രാജ്യത്വം ഏറ്റെടുത്തിട്ട്
അവിടെ നടക്കുന്ന കാര്യമാണ് രാജ്യത്വം ഏറ്റെടുക്കൽ, കുഞ്ഞാടിൻ്റെ കാന്തയുടെ വേളി എന്നീ സംഭവങ്ങൾ സ്വർഗത്തിൽ നടക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ദാ സഭ ചട്ടിക്കണ്ടോ, ആയിരം ദൂതന്മാരുമായി സ്വർഗത്തിലെ മുഴു സൈന്യത്തോടുകൂടെ ഈ താണലോകത്തിലേക്ക് ഇവിടെ ഇറങ്ങി വരികയാണ്. വെളിപ്പാട് പുസ്തകം 19:11 മുതൽ വായിച്ചേ. മതി, ഒന്ന് നിർത്തി വായിക്കണം. ഇനി ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. സമ്പൂർണ്ണ ചാട്ട് ഇട്ടാട്ട്. ഇതാണ് സഭയുടെ കർത്താവിൻ്റെ വരവിൻ്റെ, കണ്ടോ, കർത്താവിൻ്റെ വരവിൽ ഈ വെള്ള കണ്ടോ? ഇവിടെ ഇത് ചർച്ച. സഭ ഇവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി ഇതെങ്ങനെ പോകുന്നു. 1 തെസ്സലോനിക്കർ 4:16 ഇവിടെ നിവൃത്തിയാകുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരെ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടും. എന്നിട്ട് അവനെ എതിരേൽപ്പാൻ ചാട്ട് സമ്പൂർണമായി നിർത്തിയാട്ടെ. മേഘങ്ങളിൽ, മേഘം കണ്ടോ, മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ വെച്ച് റിബേക്കയുടെ കാന്തനായ ഇസഹാക്കിനെ വെളിപ്രദേശത്ത് വെച്ച് കണ്ടതുപോലെ സഭ അവിടുത്തെ ഓമനകുമാരനെ കാണും. എന്നിട്ട് ഇവിടുന്ന് സഭ കർത്താവ് വരുന്ന പ്രധാന ദൂതന്റെ ശബ്ദത്തോടെയാണ്. അന്ന് സ്വർഗത്തിൽ ഈ യുദ്ധം നടന്നിട്ടില്ല. അഥവാ മഹാസർപ്പം മേഘനക്ഷത്രം മണ്ഡലങ്ങളിൽ നിന്ന് വെട്ടുകൊണ്ട് വീണിട്ടില്ല. പ്രധാന ദൂതന്റെ സാന്നിധ്യത്തിലാണ് വരുന്നത്. സഭ ഇവിടുന്ന് എന്ത് ചെയ്യാണ്? മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് യേശു കർത്താവിന്റെ 2ാം വരവിന്റെ 1ാമത്തെ ഘട്ടം, മേഘപ്രത്യക്ഷത. ഇപ്പോൾ വായിച്ചിരിക്കുന്ന 19-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്ന വിഷയമാണ് മഹത്വ പ്രത്യക്ഷത. തെറ്റിപ്പോകരുത്. മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും 2 വരവല്ല, 2ാം വരവിന്റെ 2 ഘട്ടങ്ങളാണ്. മേഘപ്രത്യക്ഷതയിൽ മധ്യാകാശത്തിലാണ് വരുന്നത്. നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയാണ്. മഹത്വ പ്രത്യക്ഷത കർത്താവ് ഈ ഭൂമിയിലേക്കാണ് വരുന്നത്. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കേണ്ട, ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. ഞാൻ ഫാസ്റ്റ് ബോർഡ് മാറ്റി സൂപ്പർ ഫാസ്റ്റ് ബോർഡ് ഇന്ന് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ 10-ാമത്തെ വാക്യം മുതൽ വായിച്ചു വന്നു കഴിയുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത്, സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒലിവുമല കണ്ടോ, ഇവിടെ നിൽക്കുന്ന ഒലിവുമല. ഒലിവുമലയുടെ ആ ചിത്രം ഒന്നും കൊണ്ടുവന്നാട്ടെ. നമ്മൾ വേറെ കാര്യത്തിന് ഒലിവുമല എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് കൊണ്ടുവര, ഒലിവുമല വരട്ടെ. ഒലിവുമല ഇപ്പോൾ വരും, എടുത്തെങ്കിൽ വരട്ടെ. അപ്പോൾ ഒലിവുമല, അപ്പോൾ ഒലിവുമല ഇതാണ്. വേണ്ട, കുഴപ്പമില്ല, ഒലിവുമല എടുത്തു വെക്കണം. ഈ ചാർട്ടം കിട്ടും, മുമ്പോട്ടങ്ങ് പോട്ടെ ക്ലാസ്. അപ്പോൾ ഈ ഒലിവുമലയിൽ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന ശേഷം ഈ മലയുടെ മുകളിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, ഇസ്കറിയോത്ത, യൂദ ഒഴികെയുള്ള പാർട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ യേശു മേപ്പോട്ട് പോകുമ്പോൾ കണ്ടോ, ഉയർത്തെഴുന്നേറ്റ് യേശു മേപ്പോട്ട് പോകുമ്പോൾ ഇവര് ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുക. അന്നേരം സ്വർഗത്തിൽ നിന്ന് കീപ്പോട്ട് നോക്കി നിൽക്കുന്ന ദൂതന്മാര് ചോദിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരായുള്ളവരെ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത, അല്ല, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ മടങ്ങി വരും. അങ്ങനെ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകൾ ഈ ഭൂമി കാണും. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ള ആളല്ല. പോയതുപോലെ തന്നെ ഭൂമിയിലേക്ക് വരുന്നു. വരുന്ന സമയത്ത് ഇനി 19-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം താഴോട്ട്,
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് ഹെർമഹത്തോൻ യുദ്ധം. വായിച്ചു. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഇവിടെ കാണുന്ന മറ്റേ ചാർട്ടിൽ, പഴയ ചാർട്ടിൽ രണ്ടാമതൊരു ചാർട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഇവിടെ കാണുന്ന ഈ കുതിരപ്പുറത്തുള്ള ആളല്ല അത്. സ്തോത്രം. ഇത് പലർക്കും തെറ്റിപ്പോകാറുണ്ട്. പുതിയ ചാർട്ട് വരട്ടെ. യേശു വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷനാകുന്നു. അടുത്തത് വായിച്ചോ. പേര് അവൻ നീതിയോടെ വിധിക്കുകയും, അതിന്മേൽ ഇരിക്കുന്നവന്റെ പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളാരാന്ന്. പലർക്കും പേര് നല്ല പേരാണെങ്കിലും ആള് മോശമാ. സുശീലൻ പേര്, ജീവിതത്തിൽ ദുർശീലൻ. ശാന്തമ്മ ഇതുപോലെ വെപ്രാളി നേരിൽ. സത്യൻ വാ പൊളിച്ച നുണയെ പറയത്തുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് പേര് പോലെ തന്നെ നേരിലുള്ളവനാണ്. കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമോ? സ്തോത്രം. വായിച്ചോ. രണ്ടാമത്തെ യുദ്ധം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വായിക്ക. അവന്റെ കണ്ട വെളിപ്പാട് പുസ്തകത്തിലെ സപ്തമഹിമയ്ക്കകത്ത് അവന്റെ കണ്ട ജ്വാല. അടുത്തത്, ഇവിടെ ഇവന്റെ കയ്യിൽ ഒരു കിരീടമേ ഉള്ളൂ. ഇവിടെ അനേകം രാജമുടികളുള്ള. അടുത്തത്, അപ്പൊ ഏറെ രാജമുടിയുണ്ട്. അടുത്തത്, അടുത്തത്, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന പേര് പറയുന്നു. സ്വർഗത്തിലെ സൈന്യവും നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച്, നിർത്തി വ്യാഖ്യാനിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. വെള്ളക്കുതിരപ്പുറത്ത് കയറി യേശുവിനെ അനുഗമിക്കുന്നു. ജാതികളെ വെട്ടുവാൻ. ജാതികൾ എന്ന് പറഞ്ഞത് ഈ മൃഗം, ഈ കള്ളപ്രവാചകൻ, ഈ സാത്താന്, ഇവര് മൂന്നും കൂടെ ചേർന്ന് ദശരാഷ്ട്ര സംഘടനയും കൂടെ ഈ ഭൂമിയിലുള്ള ജാതികളെ വശീകരിച്ച് കീഴടക്കി വെച്ചിരിക്കുന്നു. യഹൂദന് എതിരായി നിൽക്കുന്നു. യഹൂദൻ പെട്രയിൽ കിടക്കുന്നു. ഈ സമയത്ത് വെട്ടാൻ വായിച്ചോ. മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. രണ്ടാം സങ്കീർത്തനത്തിൽ കാണുന്ന ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആള് ആണ് സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധത്തിന്റെ മദ്യത്തിന് അത് പ്രവചന ഭാഷയാണ്. അതിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. മദ്യത്തിന്റെ ചക്ക എന്ത് ചെയ്യുന്നു? അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേൽ. മതി, ഇനി നിർത്തിയാട്ടെ. ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭീകരമായ വാഴ്ചയുടെ അവസാനമാകുന്ന ഘട്ടത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ മഹോത്സവം കഴിഞ്ഞ് യേശു തന്റെ ഗാന്ധിയും സ്വർഗീയ ദൂതന്മാരുമായി ഒരുമിച്ച് രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടം ആയി മഹത്വ പ്രത്യക്ഷത നടക്കുന്നു. എന്നാൽ ഈ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഈ ഭാഗം നമ്മൾ മറച്ച് കളയാതെ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ സമാനമായൊരു പ്രവചന ഗ്രന്ഥം കൂടെ തുറക്കണം. ദാനിയേൽ പ്രവചനം അതിൻ്റെ 7-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം. അവിടെ അത് നോട്ട് ചെയ്താൽ മതി. സമയമില്ലാത്തത് കൊണ്ട് വായിപ്പിക്കുന്നില്ല, നോട്ട് ചെയ്താൽ മതി. ദാനിയേൽ പ്രവചനം 7-ന്റെ 9, 10, 13, 14 വാക്യങ്ങൾ അത് നോട്ട് ചെയ്താൽ മതി. ആമേൻ. എന്നിട്ട് യേശു കർത്താവ് അവൻ വെള്ളക്കുതിരപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് വരികയാണ്.
അവന് ദൈവവചനം എന്ന പേര്. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് യേശു കർത്താവ്, സ്തോത്രം, വെളിപ്പാട് പുസ്തകം 19:11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ട ആ വചനം നിവൃത്തിയാകുമ്പോൾ യേശു കാൽ ചവിട്ടുന്നത് പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരുന്നു. ഒലിവുമല വരട്ടെ. പോയതുപോലെ തന്നെ മടങ്ങി ഇവിടെ ഒരു ഹോട്ടൽ പണിയാൻ വേണ്ടി ഒരു ഗവേഷണം നടത്തി. അന്നേരം ഇവിടെ നോക്കിയപ്പോൾ യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത സ്ഥലത്താണ്. അന്നേരം ഈ മല ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ മലക്കുള്ളിൽ വലിയ ഒരു വിള്ളൽ. പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ഒന്നും കൂടെ പറയാം, ഈ മലയ്ക്കകത്ത് വലിയൊരു വിള്ളലുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് പോയി കാണാവുന്നതാണ്. ഇപ്പോൾ ഈ ഒലിവുമല, എൻ്റെ യേശു പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞപ്പോൾ പോയിട്ട് വരുമ്പോൾ അവിടെ കാല് ചവിട്ടാൻ സ്ഥലമില്ലാതെ ബിൽഡിങ്ങുകൾ കൊണ്ട് നിറയാൻ ദൈവം അനുവദിക്കത്തില്ല. ആ സ്ഥലം അതുപോലെ ഒഴിച്ചിട്ടേക്കുക. അവിടെ വന്നിട്ട് കാല് ചവിട്ടും. ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രത്യാശയോടെ കർത്താവിന്റെ മഹത്വം കരേറ്റാം എന്ന ഉപദേശി ഈ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ തെളിവ് എവിടാണ്? ഈ ചിത്രം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾ വായിക്കണം. സഖരിയ പ്രവചനം 14:4. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായിട്ട് എന്ത് ചെയ്യും? പിളർന്നു പോകും. BC വരുന്നതിന് 520 വർഷം മുമ്പ് ജീവിച്ചിരുന്ന സഖരിയ പ്രവാചകൻ പ്രവചനക്കുന്നിന്റെ മുകളിൽ കയറി എന്ന് കണ്ടു. ഇതിന്റെ ഭാവി ഇത് രണ്ടായിട്ട് പിളർന്നു പോകും. വായിച്ചേ നിങ്ങളെ താഴോട്ട്. ഏറ്റവും വലിയൊരു താഴ്വര എന്ത് ചെയ്യും? ഈ മല അങ്ങോട്ട് പോയി ഉരുളു പൊട്ടി. നമ്മൾ കണ്ടിട്ടില്ലേ മുണ്ടക്കൈയൊക്കെ? പഴയ കൈയല്ലല്ലോ ഇപ്പോൾ. വലിയ ഉരുൾപൊട്ടൽ നിമിത്തം മുമ്പുള്ള സ്ഥലങ്ങൾക്കെല്ലാം മാറ്റം സംഭവിച്ചത് മലകൾ ഇടിഞ്ഞ് നിരന്നത് കൊണ്ട്. സ്തോത്രം. വലിയൊരു ഭൂകമ്പമുണ്ടാകും. വായിച്ചോ താഴോട്ട്. അടുത്തത്. സ്തോത്രം. എന്നിട്ട് അന്ന് ഒലിവുമല രണ്ടായി പിളരും. ഈ നോക്കണമേ, സ്തോത്രം. ആ സമയത്ത് യേശു കർത്താവ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ പാദം ചവിട്ടുന്നു. മല രണ്ടായി പിളർന്നു പോകുന്നു. ഒരു താഴ്വര ഉണ്ടാകുന്നു. ഈ വാർത്ത ദാനിയേൽ പ്രവചനം 11-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 11:11 ഇല്ലേ? അതാണ്. എത്രാം വാക്യം മോളെ? 41. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും. ഇനി വെളിപ്പാട് പുസ്തകത്തിന്റെ പഴയ 2-ാമത്തെ ചാർട്ട് വരട്ടെ. ഈ ആള് മനോഹര ദേശത്തിലേക്ക് കടക്കും. മനോഹര ദേശം പാലസ്തീനിലേക്ക് കടക്കും, അഥവാ ഇസ്രയേലിലേക്ക് കടക്കും. അടുത്തത് ഇടറി വീഴും. അപ്പോൾ ഈജിപ്തിലേക്ക് നമ്മൾ സമ്പൂർണ്ണ ഇസ്രയേലിന്റെ ഒരു മാപ്പ് ഇവിടെ തയ്യാറാക്കിയായിരുന്നു. സമ്പൂർണ്ണ ഇസ്രയേൽ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ മൃഗം, കള്ളപ്രവാചകൻ, മൃഗം, ദശരാഷ്ട്ര സംഘടന, ഈ മഹാസർപ്പം, ഇവരെല്ലാം കൂടെ ചേർന്ന് വായിച്ചോ. ഇപ്പം മിസ്രൈം വായിച്ചപ്പോൾ എടുത്തേ. ഇതാ ഈജിപ്റ്റ്. ഇവിടെ ചെന്ന്
ഇവിടെ യുദ്ധം നടത്തി ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ യേശു വന്നു. ഇവിടെ വെച്ച് ആരോ ഫോൺ ചെയ്ത് പറയും. നമ്മുടെ പല ആളുകളും നമ്മൾ വിവരങ്ങളൊക്കെ ഫോൺ ചെയ്തല്ലേ പറയുന്നത്. അന്ന് ഫോൺ അല്ലെങ്കിൽ വോയിസ് ഇടും. എന്തോ വലിയൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം ഇവരിങ്ങോട്ട് വരും, ഈ താഴ്വരയിലേക്ക്. ആ സമയത്താണ് യേശു കർത്താവ് തൻ്റെ വായിലെ ശ്വാസത്താൽ എടുക്കുക. ചാപ്റ്റർ 2. ദശരാശ സംഘടനയെയും ഇത് ഒന്നും കൂടെ വിപുലീകരിച്ച ഒരു ചാർട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഈ ദശരാഷ്ട്ര സംഘടനയെയും നോക്കണേ, മൃഗത്തെ, കള്ളപ്രവാചകനെ, മഹാസർപ്പത്തെ, ഇവര് അവിടേക്ക് വരും. ഈ ഒലിവുമല രണ്ടായി പിളരുന്നു. അവിടെ സ്വർഗത്തിലെ സൈന്യം വന്ന് ഇറങ്ങിയിരിക്കുന്നു. അവിടേക്ക് വരും. അവിടെ വെച്ച് സ്തോത്രം, ഏദോമിൽ നിന്ന് യെശയ്യാ പ്രവാചക പുസ്തകം ഞാനങ്ങ് പറയാം. വാക്യം 63:1. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്ന ഒരുവിനാർ, വസ്ത്രാലങ്കൃതനായത്തിന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവിനാർ. ബാക്കി എടുത്തെങ്കിൽ ചടചടയെന്ന് വായിച്ചാട്ടെ. അത് ഞാൻ പറഞ്ഞു. ഇനി അതിൻ്റെ അടിയിൽ ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്ന ഒരുവിനാർ, വസ്ത്രാലങ്കൃതനായത്തിന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവിനാർ. അടുത്തത് ഞാൻ തന്നെ നിന്റെ ഉടുപ്പ് ചോർന്നിരിക്കുന്നത് രക്തം തളിച്ച ഉടുപ്പ്. 19-ാം അധ്യായത്തിൽ എന്ത്? അടുത്തത് ഉത്തരം. ഉത്തരം പറയുകയാണ് യേശു കർത്താവ്. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു കളഞ്ഞു. മതി. വായിച്ചോ. മതി, നിർത്തിയാട്ടെ. ഇനി 2 തെസ്സലോനിക്ക ലേഖനം 1:6-10 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. എടുത്തൊരു വായിച്ചോ. ഞാൻ വാക്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. ആ ഭാഗം വിടാൻ പോവാണ്. വായിച്ചോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-10 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ശക്തിയുള്ള ദൂതന്മാരുമായി മതി. സ്വോത്രം. ഇനി ഒത്തിരി വാക്യപാഠ പുസ്തകം 14-ന്റെ 17, 20 കൂടെ വായിച്ചോ. പെട്ടെന്ന് കാര്യം തീർക്കാം. വായിച്ചു 14-ന്റെ. അതിന്റെ 19-ാം വാക്യം വായിച്ചാൽ മതി. 19, 20 വായിച്ചാൽ മതി എളുപ്പത്തിന്. അവിടെ മുതൽ വായിക്കുന്ന ഭാഗമുണ്ട്. 19, 20 വായിച്ചാൽ മതി. മുന്തിരിക്കൊല ജാതികളെ ക്രോധത്തോടെ ചവിട്ടി. അടുത്തത് ദൈവകോപത്തിന്റെ വലിയ ക്രോധത്തിന്റെ വലിയ ചാക്കിലിട്ട് ചവിട്ടി. ചാക്ക് നഗരത്തിന്റെ പുറത്ത് വെച്ചെന്തെയും മതിച്ചു. കുതിരയുടെ കടിവാളോളം രക്തം പൊങ്ങി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, വലിയ സംഹാരമാണ് നടക്കാൻ പോകുന്നത്. ലോകം കണ്ടിട്ടുള്ളതിൽ വലിയൊരു രക്തച്ചൊരിച്ചൽ, സംഹാരമുണ്ടാകും. സ്തോത്രം. ഇത് ആമേൻ. അപ്പോൾ തന്നെ പെട്രയിൽ ഉള്ള ഇസ്രയേലില്ലേ, അവർ പേടിച്ച് കഴിയുക, അവർ മഷികയെ കാത്തിരിക്കുക.
അവരുടെ മുൻപിൽ മശിഹ പ്രത്യക്ഷനാകും. യോസേപ്പ് സ്വന്തം സഹോദരന്മാരുടെ മുൻപിൽ വെളിപ്പെടുത്തിയതുപോലെ വെളിപ്പെടുത്തും. അന്ന് സക്കരിയാവ് പ്രവചിച്ച പോലെ വാക്യമെടുത്ത് സ്ഥാപിക്കേണ്ടതാണ്. ഈ യുദ്ധമൊന്നും അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് വാക്യങ്ങൾ ഇങ്ങനെ അടുക്കിനിരിക്കുന്നു. സ്തോത്രം. അവര് പറയും, നിന്റെ കൈക്ക് പറ്റിയത് എന്താണ്? 12-ാം അധ്യായം സക്കരിയ പ്രവചനം ഒന്ന് എടുത്തേ. പ്രവചനം നിന്റെ കയ്യിൽ കാണുന്ന യേശു നോക്കണേ, ഇവരുടെ മുമ്പിൽ വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട തോമാച്ചന്റെ മുമ്പിൽ, തോമാച്ചന് കാണണമെന്ന് പറഞ്ഞപ്പോൾ തോമാച്ചനെ മനസ്സിലായില്ലേ? തോമസ് യേശു പ്രത്യക്ഷനായ പോലെ ഇവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? നിന്റെ കയ്യിലെ മുറിവ് എന്താന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒരിക്കൽ നിങ്ങളുടെ അരികിലേക്ക് വന്നു, നിങ്ങളോ എന്നെ വേണ്ട ബർബാസിനെ മതി എന്ന് പറഞ്ഞ് എന്നെ ക്രൂശിച്ചു. അപ്പോൾ ഇവര് കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് ഇവിടെ വെച്ച് നോക്കും. അന്നേരം ഒരു ജാതി ഒറ്റ ദിവസം കൊണ്ട് പിറക്കും. ആമേൻ. അതാണ് ഇസ്രയേലിന് കിട്ടാൻ പോകുന്ന ഭാവികാല രക്ഷയെന്നും ഇസ്രയേലിന്റെ വീണ്ടെടുപ്പെന്നും പറയുന്ന വിഷയം അവിടെയാണ് നടക്കുന്നത്. അതിനുള്ള വില യേശു ഇതാ സ്വർഗത്തിലേക്ക് പോയപ്പോഴേ കെട്ടിവെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇസ്രയേലിന്റെ രക്ഷയ്ക്കും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയാണ് രക്ഷ. എന്നാൽ ആ രക്ഷ കൃപായുഗ രക്ഷയല്ല, അതവർക്ക് ജാതിപരമായി കിട്ടുന്ന രക്ഷയാണ്. സക്കായിക്ക് കിട്ടിയ രക്ഷയെക്കുറിച്ച്, ഇവൻ അബ്രഹാമിന്റെ അവറാച്ചന്റെ മോനാകയാൽ ഈ വീടിന് എന്ത് ചെയ്തു? നമ്മൾ അവറാച്ചന്റെ മോനായ കൊണ്ട് രക്ഷപ്പെട്ടതല്ല, നാം വിശ്വാസത്താൽ ലോകസ്ഥാപനത്തിന് മുന്നേയുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വിശ്വാസത്താൽ അവൻ ദൈവത്തിന്റെ കൃപയാൽ കരുണയാൽ ഭാഗ്യവശാൽ രൂത്തിന് കിട്ടിയതുപോലെ ആമേൻ ഈ വയലിൽ വരാനുള്ള ഭാഗ്യം കിട്ടി. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമോ? അങ്ങനെ അന്നേരം ഈ പുള്ളി ഉണ്ടല്ലോ, ഇവന്റെ മേലിൽ കയറിയിരിക്കുക. ഈ സാത്താൻ കയറിയ ഭയങ്കര പ്രശ്നമാണ്. സാത്താൻ മുഴുവനായി കയറി. ഇച്ചിരി പ്രശ്നം, അത് കുറച്ചൊക്കെ കയറിയതാ. മുഴുവൻ കയറിയാലൊന്നും അങ്ങനെ നിൽക്കുകയല്ല. മേഘനക്ഷത്ര മണ്ഡലത്തിൽ നിന്ന് വെട്ടുകൊണ്ട പുള്ളി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇവനെ കൊണ്ട് ഭരിക്കുകയാണ്. അന്നേരം ഈ യുദ്ധം വന്ന സമയത്ത് ഈ പുള്ളി ഇവിടുന്ന് ചാടി. ഇവരെ രണ്ടിനെയും കൂടെ പിടിച്ചു. ഇവരെ രണ്ടിനെയും കൂടെ പിടിച്ചാ ദാ ഇങ്ങോട്ടിട്ടു. ദാ കിടക്കുന്നു. ഇത് പിന്നെ വന്നാകട്ടോ. ഇതാ കിടക്കും. മൃഗവും കള്ളപ്രവാചകനും കിടക്കും. നേരം ആദ്യം ഇവിടേക്ക് പോകുന്നു. ഇതാണ് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കാണുന്ന തീപ്പൊയ്ക. പൊയ്ക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഇതാണ്, തടാകം, തീ തടാകം. ഇവിടേക്ക് ആരും ഇതുവരെ പോയിട്ടില്ല. ഇവിടേക്ക് പോകാനുള്ളവരാണ് രക്ഷിക്കപ്പെടാത്തവര്, സ്നാനപ്പെടാത്തവര്, വേർപാട് പാലിക്കാത്തവര്, വിശുദ്ധിയില്ലാത്തവര്, കൃപയിൽ രക്ഷകനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെയുള്ള ആളുകൾ ഇവിടെ പോകാനുള്ളവരാണ്. പ്രിയരേ, ഇവിടെ പോകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഞാനും നീയും. നാം പാതാളത്തിന്റെ ആടുകളായിരുന്നു. സമ്പൂർണ്ണമായി ചാട്ട്. അവൻ ഇവിടെ വെച്ച യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട്, നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ ഇവിടെ വെച്ച് അവൻ ഏറ്റെടുത്തത് കൊണ്ട്, ക്ലീൻ ഷീറ്റ് നമുക്ക് നൽകിയത് കൊണ്ട്, പാതാളത്തിന്റെ ആടായി പോയിക്കൊണ്ടിരുന്ന നമ്മെ അവിടുത്തെ ഓമനകുമാരൻ കൃപയാൽ രക്ഷിച്ചു. ഇത് ഓർത്തിട്ട് വേണം ഞായറാഴ്ച ആമേൻ സ്വത്രഗീതം പാടുമ്പോൾ ഇതും ഓർത്താ മതി. നൃത്തം ചെയ്ത് ആരാധിക്കാനോ പക കിട്ടും. അല്ലാതെ സാത്താനി മുങ്ങി കിടക്കുന്ന പുള്ളിയെ ഓർത്തുകൊണ്ടൊന്നും ആരാധിക്കരുത്. യേശു ചെയ്ത ഉപകാരം ഇത്ര വലുതാണ്. ഇവിടെ പോണ്ടാ. അപ്പൊ ഇവിടെ ആദ്യം പോകുന്നത് മൃഗമാണ്, രണ്ടാമത് പോകുന്നത് ആരാണ്?
മൃഗവും കള്ളപ്രവാചകനും. മൂന്നാമത് പോകുന്നയാള് മഹാസർപ്പം, 1000 കൊല്ലം ശേഷമാണ് പോകുന്നത്. എടുക്കാം വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അതിന്റെ മുമ്പ് 19-ന്റെ അവസാനം ഒന്ന് വായിച്ച് നിർത്തിയത് ഒന്ന് വായിച്ചേ. കൊന്ന് ധാരാളം ആളുകൾ മരിച്ചു വീഴും. അടുത്തത് അവിടെ തുടങ്ങുക. അനന്തരം ഒരു ദൂതന്റെ കാലത്തിന്റെ ആ കോലം വലിയൊരു ചങ്ങലയും കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇതാ പിശാചും ഈ സർപ്പത്തെ പിടിച്ച് ചങ്ങലയിട്ട് ഒന്ന് നിർത്തിക്കേ. ഈ സാത്താനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ സാത്താനെ ഒറ്റ ദൂതനെ വിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചങ്ങലയ്ക്ക് ഇട്ട് അഗാധകൂപത്തിൽ തള്ളാനേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. 19-ന്റെ 20 വായിച്ചേ. 19-ന്റെ 20. മൃഗത്തെ കണ്ടോ? മൃഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയാണ് ശരി, ഇതുപോലെ രച്ചായനില്ല, ഇത് തന്നെയാണ് ചായൻ, ഇദ്ദേഹത്തെ ആരാധിക്കണം, ഇദ്ദേഹത്തെ വണങ്ങണം, ഇദ്ദേഹം തന്നെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കള്ളപ്രവാചകൻ, ശ്രുതിപാടിക്കൊണ്ടിരുന്ന പുള്ളിയാ. പിന്നെ രണ്ടിനെയും എടുത്തെന്ത് ചെയ്തു? തീപ്പൊയ്കയിലേക്ക് വിസ്താരം കൂടാതെ തള്ളി. എന്നിട്ട് സാത്താനെ പിടിച്ച അഗാധകൂപത്തിൽ തള്ളി. യേശു 1000 ആണ്ട് തൊടാൻ പറ്റത്തില്ലെന്ന്. ഇനി 1000 ആണ്ട് ഒരൊറ്റ ജമ്പിങ്. 1000 ആണ്ട് കഴിയുമ്പോഴോ എത്രാം വാക്യവാ? 20-ന്റെ 1000 ആണ്ട് കഴിയുമ്പോഴോ അവന് അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അപ്പൊ സാത്താനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. എടുത്തോ, എത്രാം വാക്യം? കഴിയുവോളം വഞ്ചിക്കാതിരിക്കാൻ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടി മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന് ശേഷം അല്പകാലത്തേക്ക് സാത്താനെ കൊണ്ട് ദൈവത്തിന് അങ്ങനെ നോക്കുമ്പോൾ ആവശ്യമുണ്ട്. പൗലോസിന്റെ ജഡത്തിൽ നകളിച്ചു പോകാതിരിക്കേണ്ടതിന്, കുത്തേണ്ടതിന് സ്വർഗത്തിലെ ദൂതനെയല്ല സാത്താന്റെ ദൂതനെ ദൈവം അനുവദിച്ചാക്കി. പരീക്ഷകൻ അരികിൽ വന്നു. യോബിന്റെ അരികിലേക്ക് സാത്താന് കയറിപ്പോകാൻ അനുവാദം കൊടുത്തു. ദൈവം അതിൻ്റെ സമയത്തെ അറസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ 21 സുവാസ പ്രാർത്ഥന വെച്ചിട്ട് സകല ചാച്ചിനെയും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? അറസ്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ വെറുതെ വായിൽ തുപ്പൽ പോവല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെയാണ് അവസാനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ സമയത്തിന് ഒരു ദൂതനെ വിട്ട് അറസ്റ്റ് ചെയ്യും. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. സമത്വ സുതാര്യ സുന്ദരമായിരിക്കുന്ന 1000 ആണ്ട് വായിച്ചു നടക്കുകയാണ്. 7-ാം വാക്യം വെളിപ്പാട് പുസ്തകം 20-ന്റെ 7. അടുത്ത യുദ്ധം, 3-ാമത്തെ യുദ്ധം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജാതികളില്ലേ, ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അപ്പൊ സാത്താനകത്ത് പോയി, അഗാധകൂപത്തിൽ പോയി, മൃഗവും കള്ളപ്രവാചകനും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോയി. ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ പ്രശ്നം, കൊതി, നുണ, പിണക്കം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, പിന്നെ ഇതെല്ലാം പുതുവാന ഭൂമി സഹസ്രാബ്ദ ഭൂമിക്കകത്ത് എത്ര സന്തോഷമെന്നറിയാവോ? പിള്ളേർ കയറി പാമ്പിൻ്റെ പൊത്തിൽ കൈയിടും, ഇങ്ങനെ പുള്ളിപ്പുലിയെ ഇങ്ങനെ ഒരഞ്ഞ ആട്ടുംകുട്ടി പോകും. സ്തോത്രം, സ്തോത്രം. ഒരു കലാപവും ഇല്ല, ഒരു മത്സരബുദ്ധിയില്ല. ഇത്ര നല്ല കാലമാണ്.
അന്നേരം നമ്മൾ കർത്താവിനോട് കൂടെ വാഴുകയാണ്, അത് വേറെ വിഷയം. എന്നിട്ട് 1000 ആണ്ട് കഴിയുമ്പോഴോ 7-ാമത്തെ വാക്യം വായിച്ചോ, 7-ന്റെ താഴോട്ട്. അയച്ചുവിടും, ഭൂമിയുടെ 4 ദിക്കിലും ചെല്ലും. ഇവിടെ കൊണ്ടായിരുന്ന ആ സാത്താൻ ഇല്ലാതെ ഇരുന്നപ്പോൾ, സ്ഥലത്തില്ലാതിരുന്നപ്പോൾ എല്ലാവരും നല്ല ആൾക്കാരാ. അഴിച്ചു വിട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് മറഞ്ഞു നിൽക്കുകയാണ്. പിന്നെയും ആ വടക്കിൻ്റെ ആ ജാതികൾ നമ്മൾ 3-ാം ലോക മഹായുദ്ധത്തിൽ പഠിച്ച അവരെല്ലാം കൂടെ വീണ്ടും എന്ത് ചെയ്യും? യുദ്ധത്തിനായിട്ട് വരും. ഭൂമിയിൽ യേശു രാജാവായി വാഴുന്ന 1000 ആണ്ട് വാഴ്ചയിലെ സമത്വ സുതാര്യ സുന്ദരമായ ആമൻ ആ നാട്ടിലേക്ക് വന്ന് എന്ത് ചെയ്യും? വളയും. അടുത്തത് ആകാശത്ത് നിന്ന് ദൈവത്തിന്റെ തീ അങ്ങോട്ട് ഇറങ്ങും. മനസ്സിലായോ? ദൈവത്തിന്റെ തീ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ സോദോം ഗോമോറയൊക്കെ ന്യായം വിധിച്ച ദൈവം പെട്ടെന്ന് എണ്ണച്ചട്ടിക്ക് തീ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചില ഗ്യാസൊക്കെ ഇങ്ങനെ തുറന്നിരുന്നെടുത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ആളി കത്തുന്നത് പോകും. അപ്പോൾ അവരുടെ സ്ഥൂല ശരീരമായിരിക്കുന്ന ഇനി അടുത്ത ഭാഗം. അപ്പോൾ ഈ 3 വായിച്ചതാവട്ടെ. എന്നിട്ട് ആ പിശാചിനെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പിശാചിനെ എന്ത് ചെയ്യും? ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് എന്ത് ചെയ്യും? തള്ളിയിടും. ഇതാ പുള്ളി ഇവിടെ എത്തി കിടപ്പുണ്ട്. ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇദ്ദേഹം ഇവിടെ വന്നു. എന്നിട്ട് 4-ാമത്തെ ആൾ ആരാന്ന് എനിക്കറിയാത്ത. 1-ാമത്തെ ആള് ആരാ? മൃഗം, കള്ളപ്രവാചകൻ, മഹാസർപ്പം. 4-ാമത്തത് വെള്ളസിംഹാസനം. ഇതാ ഇതിനി വരാൻ പോവാ. ഇനിയുള്ള ചില മിനിറ്റുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. 4 സിംഹാസനങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചേ. റോമാലേഖനം അല്ല കൊരിന്ത്യലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 2-ാം ലേഖനം നമ്മുടെ ഭാഷ പറയാം 2 കൊരിന്തി 5:10. ഒന്ന് നിർത്തണം. ഇപ്പോൾ ശ്രദ്ധിച്ചോ, വായിച്ചു കൊള്ളണം. എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിച്ചാൽ സമ്പൂർണ്ണമായ ചാർട്ട് വെച്ച് സമ്പൂർണ്ണമായ ചാർട്ട് ഇതാ കണ്ടോണം. ഇവിടുന്ന് സഭ എന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധിച്ചോ. പരിശുദ്ധാത്മ ശക്തിയോടുകൂടി എടുക്കപ്പെടുക. ഇവിടുന്ന് ഇങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ സിംഹാസനം ഈ സിംഹാസനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചേ. അവനവൻ ശരീരത്തിൽ ഇരിക്കുന്ന എപ്പോഴാണ്? നമ്മളിപ്പോ ശരീരത്തിൽ ഇരിക്കുക. എത്ര വർഷം ഇരിക്കുന്നറിയില്ല. ചിലർ 80 ഇരിക്കും, ചിലർ 85 ഇരിക്കും, ചിലർ 90 ഇരിക്കും, ചിലർ 60 ഇരിക്കും, ചിലർ 30 ഇരിക്കും. സ്തോത്രം. ശരീരത്തിൽ എത്ര കാലം ഇരിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ഓർമ്മയുണ്ടോ നമുക്ക്? ഇല്ലേ? എന്തെല്ലാം വിക്രസുകൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതെല്ലാം എന്ത് ചെയ്യും? ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ
ആ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന് മഹത്വം കരയറ്റാം. സ്നാനപ്പെട്ടവർ കർത്താവിന് മഹത്വം കരയറ്റാം. രക്ഷാനിർണയം പ്രാപിച്ചവർ കർത്താവിന് മഹത്വം കരയറ്റാം. ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. ആ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമ്മുടെ കാര്യമാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എന്ത് ചെയ്യും? വെളിപ്പെടുകയാണ്. ഇത് നമ്മൾ അടിച്ചുവിടാറുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ പണ്ടൊക്കെ സംസാരിച്ച മുഖാമുഖമാണ്, ഇപ്പോൾ ഫോണിലാണ് സംസാരിക്കുന്നത്. സംസാരിച്ചു. യഹോവ എന്ത് ചെയ്തു? കേട്ടു. അടുത്തത് വായിച്ചു. ആ അടിവര ഇട്ടോ ചുവന്ന മഷിക്ക്. സംസാരിച്ച സകല കാര്യം ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. ഫോണിൽ പറഞ്ഞത് എല്ലാം. കേട്ടോട ചാക്കോച്ച അടിച്ചുവിട്ടതെല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. എൻ്റെ സ്നേഹിതനായൊരു പാസ്റ്റർ കുടുംബവും കൂടെ ഒരു ധനാഢ്യനായ വിശ്വാസിയുടെ വീട്ടിൽ ചാർജ് എടുത്ത സമയത്ത് മുറ്റത്ത് ചെന്നു. നാട്ടുപുറത്തുകാരിയാണ് കൊച്ചമ്മ. കയറി ചെന്ന സമയത്ത് വാതിലിൻ്റെ അവിടെ ഗേറ്റ് ഇങ്ങനെ തുറന്ന് ഉള്ളിൽ കയറി. ബെല്ലടിച്ച് ആരും തുറക്കുന്നില്ല. ആരും കണ്ടില്ലെങ്കിൽ പോന്നാൽ മതി. ആ ആൻറ്റി അങ്ങ് പുറകിലോട്ട് ചെന്ന് വെച്ച് പറഞ്ഞു, ഇതുങ്ങൾ എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞു. അവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അതിനകത്തുകൂടെ മറുപടി പറയാൻ പറ്റും. ഇവർ വന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നു. ഈ പറഞ്ഞത് അദ്ദേഹം കേട്ടു. പാസ്റ്ററേ, ഇതുങ്ങൾ ഇവിടെ ഉണ്ട്, ഇപ്പോഴില്ല, കുറച്ച് കഴിയുമ്പോഴേ ഇതുങ്ങൾ വരത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? പണ്ടത്തെ വിശ്വാസികളുടെ വീടൊന്നുമല്ല, ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞു. ഞങ്ങൾ സൂക്ഷിക്കണം. ഒരു മുറ്റത്ത് നിന്ന് പറഞ്ഞത് അവിടെ റെക്കോർഡായി. പഴയ ഫോണൊന്നും അല്ല ഇന്ന് ആളുകളുടെ കയ്യിലിരിക്കുന്ന ഫോണ്. പഴയ ഇത്രയുള്ളൊരു ഫോണേ ഉള്ളൂ. നിങ്ങളെതിരെ വിളിക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്നത് സ്മാർട്ട് ഫോണായിരിക്കും. ചിലപ്പോൾ അതിനകത്തിരിക്കുന്ന വാട്സപ്പ് വേറെ അവരുടെ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ വാട്സപ്പ് ഇരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് അബദ്ധം പറ്റിയവരുണ്ട്. വലിയ അമളി പറ്റിയ കേസുകളുണ്ട്. വാട്സപ്പിൽ ഫോണിൽ വിളിച്ചതിൻ്റെ ബാക്കി വാട്സപ്പിൽ കൂടെ വിട്ടു. അത് കെട്ടിയവന് കിട്ടി. ഒരു വാട്സപ്പ് ഒന്നുമല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നുകിൽ ഈ കയ്യിലിരിക്കുന്ന സാധനം വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ അറിയണം, അല്ലെങ്കിൽ വലിയ അപകടമാണത്. അപകടമാണ്. ചിലപ്പോൾ നമ്മൾ ഇപ്പം ഈ യുദ്ധമൊക്കെ നടന്ന സമയത്ത് എന്തേലും തെറ്റായ ഒരു കാര്യം വിട്ടാൽ തന്നെ അത് എന്ത് ചെയ്യും? അകത്തു പോകും. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ നുണയും കുതിയൊക്കെ പറയാൻ മുട്ടി നിൽക്കുന്നെങ്കിൽ ഏതേലും മൂലയിൽ പോയി ആരും കേൾക്കാതെ എന്ത് ചെയ്തോളുക. അതിൻ്റെയൊക്കെ അവസരം കഴിഞ്ഞു. ഇതെല്ലാം ഒപ്പിച്ചേച്ച് ഈ ഡാറ്റ എല്ലാം നമ്മുടെ കയ്യിൽ റെക്കോർഡായി കിടക്കുക. അന്നേരം കൊണ്ട് നമ്മളും തിരിച്ചെന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ് പറയും. നല്ല സാധനം നമ്മുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ പാസ്റ്ററുടെ കണ്ണ് വെട്ടിച്ച് കാണും, അപ്പൻ്റെ കണ്ണ് വെട്ടിച്ച് കാണും, അമ്മയുടെ വെട്ടിച്ച് കാണും, ഭർത്താവിൻ്റെ വെട്ടിച്ച് കാണും, ഭാര്യയുടെ വെട്ടിച്ച് കാണും. കണ്ണ് അഗ്നിജ്വാലക്കത്തുള്ള കണ്ണിനെ വെട്ടിക്കാൻ കഴിയില്ല. ഈ പുസ്തകത്തിനകത്തുണ്ട്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. വെളിച്ചത്ത് വരും. ഇവിടുത്തെ പല വലിയവന്മാരും ഇങ്ങോട്ട്, ഇവിടുത്തെ വലിയ പുള്ളി ചിലപ്പോൾ ഒരു പക്ഷേ കസേരയിൽ ഇരുന്ന ആളായിരിക്കും, ആ ഉന്നത സ്ഥാനത്തിരുന്ന ആളായിരിക്കും, വലിയ പുള്ളിയായിരിക്കും. ഇങ്ങോട്ട് ചെന്ന് വെളിച്ചത്ത് വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ ലേഖനം 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. തീ തന്നെ ശോധന ചെയ്യും. അന്നേരം വൈക്കോല, പുല്ല്, ഇതൊക്കെ എന്ത് ചെയ്യും?
കത്തിപ്പോകും. എന്ന് വെച്ചാൽ അവിടെ തീ ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകാത്തതായിരിക്കണം. പ്രവർത്തികൾ നിലനിൽക്കുകയില്ല. ഇവിടെ പല വലിയവന്മാർ ഇവിടെ എത്തുമ്പോൾ ചെറിയ പുള്ളിയാകും. സ്വർഗരാജ്യത്തിൽ ചെറിയവൻ. ഇവിടെ വെച്ചാണ് പ്രതിഫലം കിട്ടുന്നത്. ഇവിടെ വെച്ചാണ് കിരീടങ്ങൾ കിട്ടുന്നത്. ഇവിടെ വെച്ചാണ് സ്വർഗ സിയോനിൽ ഇവിടെ വെച്ചാണ് നമ്മൾ ട്രാക്ട് കൊടുത്തതിൻ്റെയും പരസ്യയോഗം നടത്തിയതിൻ്റെയും കൺവെൻഷൻ നടത്തിയതിൻ്റെയും കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ചൊരു പച്ചവെള്ളമെങ്കിലും കൊടുത്തതിൻ്റെയും ആമേൻ കർത്താവിൻ്റെ വേലക്കാരെ സ്നേഹിച്ചതിൻ്റെയും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊണ്ടതിൻ്റെയും ഈ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചുമൽ കൊടുത്തതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഉപവസിച്ചതിൻ്റെയും പ്രയത്നിച്ചതിൻ്റെയും മുഴുവനും പ്രതിഫലം കിട്ടുന്നത്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയോ നമ്മുടെ